ഇന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇന്ന് തീർക്കരുത്. മനസ്സിലായോ? ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അപ്പം തന്നെ തീർക്കാതെ കൂട്ടിവെച്ച് വലിയൊരു പ്രശ്നമായി മാറണം. എന്നിട്ടേ തീർക്കാവൂ. നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച ആ ഒരു ചെറിയ വിഷമം, അല്ലെ നിങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച ആ ഒരു നിരാശ, ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം ഉണ്ടായിട്ടും അവിടെ അപ്പം തന്നെ അതിന് കൊടുക്കാൻ പറ്റാതെ പോയ ആ ഒരു കമൻറ്റ്, ഇതൊക്കെ നമ്മളൊരു മതിൽ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് വരരുത്, ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല എന്ന രീതിയിൽ പോകുന്ന സമയത്ത് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും, എൻ്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്, ഞങ്ങൾക്കിടയിൽ എന്താ പറ്റിയത് എന്നുള്ളത്. എത്ര വലിയ കപ്പലായാലും എത്ര അടിപൊളിയാക്കി ഉണ്ടാക്കിയ കപ്പലായാലും ചെറിയൊരു തോള അതിലുണ്ടെങ്കിൽ അത് കാണാതെ പോയാൽ ആ കപ്പൽ അപകടത്തിൽപ്പെടും. ഇതുപോലെ തന്നെയാണ് ദാമ്പത്യം എന്ന് പറയുന്നത്. ഏതൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അത് അപ്പം തന്നെ പരിഹരിക്കാനായിരിക്കണം എപ്പോഴും ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ദേഷ്യത്തോടെയല്ല, സമാധാനത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. ഇന്നൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ഒരു ദിവസം കൂടെ നമുക്ക് നഷ്ടപ്പെടും. നാളെ നമ്മൾ ഇതേ ഭാരം കൊണ്ട് നടക്കേണ്ടി വരും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടെ, പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ ഏതൊരു പ്രശ്നത്തെയും നേരിടാൻ പഠിക്കുക.